നമ്മുടെ സമൂഹത്തിൽ സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്താണ്. എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കട ഉദ്ഘാടനത്തിന് സിനിമാ താരങ്ങൾ, അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്ന ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ. എന്തിനാ അത്? ഇത്രയ്ക്ക് വാങ്ങുകയാണോ കേരളത്തിലെ മനുഷ്യര്? തുണി എടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാവരും അവിടെ തിരിച്ചു കയറുക. ആ രീതിയൊക്കെ മാറണം. അത്തായി പറയണമെന്നേ, നിങ്ങൾ തുണി എടുത്ത് വന്നാൽ മതി എന്ന് പറയും. ഇതൊന്നും സദാചാരവാദമാണെന്ന് പറയാൻ എന്റെ നേരെ ഇടി ഉണ്ടാക്കാൻ വരരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാന്യമായി വസ്ത്രധാരണം ധരിക്കുക എന്നുള്ളത് നമ്മൾ അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി പോയതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം. ഞങ്ങളെ പോലെ എല്ലാവരും അമ്മമാരുണ്ട്. ഞങ്ങളൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ സമയം പരമാവധി കൊടുക്കാൻ കഴിയുന്നവർ മക്കൾക്ക് വേണ്ടി മാക്സിമം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളാക്കാൻ വേണ്ടിയല്ല, അവരാവാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം സമയം കൊടുക്കുക എന്നുള്ളതാണ്. സ്നേഹത്തോടെ നമുക്ക് എന്ത് കുഞ്ഞുങ്ങളുടെ അടുത്ത് നേടാൻ കഴിയും. സ്നേഹം മാത്രമാണ് സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മൾ പറയും അറിവെന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു ദീപം പോലെയാണ് അറിവ്. ആ അറിവ് തന്നെയാണ് ഈശ്വരൻ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ കണ്ണിൽ കാണുന്ന പ്രകാശം പോലെയാണ് ഈശ്വരൻ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ കുഞ്ഞുങ്ങളെ ശരിയായ രൂപത്തിൽ ശരിയായ പാതയിലേക്ക് കൊണ്ടുപോകാൻ സമയമുള്ളവരായി പരമാവധി അച്ഛനമ്മമാർക്ക് മാറാൻ കഴിയട്ടെ. പലപ്പോഴും ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊക്കെ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വളരെ തീക്ഷ്ണ യൗവന കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. ഫോൺ നോക്കി നമ്മൾ ഇരിക്കും, മക്കൾ ചോദിക്കും, പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമ്മൾ ഫോണിൽ വർത്തമാനം പറയുകയും തിരക്കിലേക്ക് പോവുകയും ചെയ്യും. ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ അമ്മമാരുടെ ചാരിത്രത്തിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ അമ്മ ഇതൊന്നും അറിയുന്നില്ല. അമ്മ മൊബൈലിൽ റീൽ കാണുമായിരിക്കും, അച്ഛൻ മൊബൈലിൽ സിനിമ കാണുമായിരിക്കും, ഈ കുഞ്ഞ് പുറത്തോട്ട് നോക്കിയിട്ട് അന്തം വിട്ടിരിക്കുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുഞ്ഞുങ്ങളെ അറിഞ്ഞ്, യുവാക്കളെ അറിഞ്ഞ്, നാട്ടുകാരിലെ കലാബോധം വളർത്തി ഏറ്റവും മഹനീയമായ കലയായ നാടകത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന നളന്തയ്ക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. റിയൽ ടാലന്റ് ആണ് നാടകം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്താണ്. എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കട ഉദ്ഘാടനത്തിന് സിനിമാ താരങ്ങൾ, അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്ന ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ. എന്തിനാ അത്? ഇത്രയ്ക്ക് വാങ്ങുകയാണോ കേരളത്തിലെ മനുഷ്യര്? തുണി എടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാവരും അവിടെ തിരിച്ചു കയറുക. ആ രീതിയൊക്കെ മാറണം. അത്തായി പറയണമെന്നേ, നിങ്ങൾ തുണി എടുത്ത് വന്നാൽ മതി എന്ന് പറയും. ഇതൊന്നും സദാചാരവാദമാണെന്ന് പറയാൻ എന്റെ നേരെ ഇടി ഉണ്ടാക്കാൻ വരരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാന്യമായി വസ്ത്രധാരണം ധരിക്കുക എന്നുള്ളത് നമ്മൾ അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്യാവശ്യം. പിന്നെ തുണി ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നാളെ ഇപ്പം ദിഗംബരന്മാരായിട്ട് നടക്കണമെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ നമുക്ക് ചോദിക്കാനൊന്നും അവകാശമില്ലല്ലേ? ഉണ്ടോ? ഇല്ല. ഒരാൾ പറയും ഞാൻ ദിഗംബരനാന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് പറ്റത്തില്ല. ഒന്നും എന്താ അങ്ങനെ ദിഗംബരൻ വസ്ത്രം ഇടാതിരിക്കുന്നവർക്ക് ഒരു പേരുണ്ടല്ലോ അല്ലെ? ദിഗംബരനാണോ? ദിഗംബരനാ. ഓക്കെ, സോറി, ഞാൻ തെറ്റാ പറഞ്ഞെങ്കിൽ. അപ്പൊ അതും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ഞാൻ പറയുന്ന തെറ്റാണെങ്കിലും സഭയിലുള്ള ഒരു കാര്യം പറയണം. ഇപ്പൊ കേരളത്തിൽ ഒരു ഒളിഞ്ഞു നോട്ട പരിപാടിയുണ്ട് വൈകുന്നേരം. മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുക, അവരുടെ പാൻറ് ഇറുകിയതാണോ, അവരുടെ ടോപ്പ് ഇറുകിയതാണോ എന്നൊക്കെ അത് കമന്റ് ചെയ്യുക. ഇങ്ങനെ കുറെ വാങ്ങിയുള്ള പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് അനശ്വരനായ നടനാണ്, ഭയങ്കര മിടുക്കനായ നടനാണ് മോഹൻലാലിന് ദാദി സാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. മീഡിയയിൽ എന്നുള്ള ധൈര്യത്തിൽ ഞങ്ങൾക്ക് പറയില്ല. നാളെ എന്നെ ഏറെ കേട്ടിട്ടുണ്ട്. പൊന്നമോ ആവശ്യമുണ്ട് എനിക്ക്. ഇവിടെ മീഡിയ ഒന്നും ഇല്ലല്ലോ അല്ലെ? സത്യം പറഞ്ഞാൽ ഭയമാണ് കേട്ടോ. പറയുമ്പോൾ ഭയം എന്ന് വെച്ചാൽ വെറുതെ വരുന്നവരും പോകുന്നവരെല്ലാം ഇരുന്ന് നമ്മളെല്ലാം അത്തരം ചില ചിന്തകളിൽ നമ്മൾ മാറണം. നാടകക്കാർ എന്തുകൊണ്ടാണ് ഒരു നാടക നടനെ ഒരു ഷോ ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സമൂഹത്തില് ആളുകൾ തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ്? എന്റെ ഒരു ചോദ്യം അത്. എത്ര ടാലന്റഡ് ആണ് ആർട്ടിസ്റ്റുകളാണ്. എന്നാൽ വിദേശ രാജ്യത്തേക്ക് പോയാൽ തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്കാണ് ഏറ്റവും വലിയ വാല്യൂ അല്ലേ സാർ? തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്കാണ് ഏറ്റവും വലിയ വാല്യൂ, നാടകത്തിനാണ് വാല്യൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതുപോലെ തന്നെ സിനിമയിൽ കാണുന്നതിനെ അനുകരിക്കാനുള്ള ഒരു വൃത്തികെട്ട ശീലം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വരാണ്. നമ്മൾ അതിനൊക്കെ എതിരെ ആരാധിക്കാം, ഭ്രാന്താവണ്ട. കണ്ടില്ലേ, വിജയെ കാണാൻ കുറെ പേര് ഇടിച്ചു കയറി 40 പേരിലധികം മരിച്ചുപോയി എന്നുള്ളതാണ്. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? എന്തോ ജനാധിപത്യത്തിൽ രാജാക്കന്മാരാണോ ജനാധിപത്യത്തിൽ വരേണ്ട? ഒന്നുമല്ല. സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പച്ച മനുഷ്യരാണ് ജനങ്ങൾക്ക് വേണ്ടി വരേണ്ടത്. അത്തരം വർത്തമാനം സത്യസന്ധമായി ധൈര്യത്തോടെ പറയാൻ നമുക്കെല്ലാം തയ്യാറാണ്.